പാഠം 602 വെളുപ്പാങ്കാലത്തെ സ്വപ്നങ്ങൾ. സാറേ, മോനേഴ്സ് സാറേ, 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 ഒരു ഉഗ്ര വാർത്തയുണ്ട്. സാർ പറഞ്ഞോ? എന്താ ശിശുപാല? കാഞ്ചന സാറേ, സ്വയംഭരണ സാറേ, നമ്മുടെ എല്ലാ പ്രാർത്ഥന ദൈവം കേട്ടു. ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കണം. ശിശുപള്ളിയുടെ കാര്യം എന്താന്ന് പറ. സാറേ, സാറിന് പ്രമോഷൻ. മോനേഷ സാറിന് ഡെപ്യൂട്ടി തഹസീൽദാറായിട്ട് പ്രമോഷൻ കിട്ടി. സാറേ, സാറ് രക്ഷപ്പെട്ടു. എന്റെ ദീർഘനാളത്തെ മോഹം സഫലമാകാൻ പോവുകയാണ്. ഇത്രയും കാലം നടക്കാതെ പോയ എന്റെ പ്രമോഷൻ എത്രയും പെട്ടെന്ന് നടക്കാൻ പോകുന്നു. ഞാൻ വന്നോക്ക് മോഹനോട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? അല്ല, ഇന്ന് എന്ത് പറ്റി? എല്ലാ ദിവസവും 5:30 മണിക്ക് എഴുന്നേക്കുന്ന ആള് ഇന്ന് 7 മണിയാകുമ്പോഴാണ് എഴുന്നേക്കണത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയത് കൊണ്ടാണ്. താലൂക്ക് ഓഫീസ് കൊടുക്കാനുള്ള റിപ്പോർട്ട് എഴുതി തീർന്നപ്പോ രാത്രി 12 ഞാൻ ഉറങ്ങാൻ വരുമ്പോ നീ കൂർക്കം വലിച്ചേർന്ന് ഉറങ്ങിയായിരുന്നു. ശരി ശരി, അത് വിടൂ. മോഹനയുടെ പ്രമോഷന്റെ കാര്യം ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങനെ അറിഞ്ഞു? സ്വപ്നം കണ്ടു. സ്വപ്നം, ഞാൻ വളരെ മനോഹരമായ സ്വപ്നം കണ്ടു. എന്റെ പ്രമോഷൻ വാർത്തയുമായി വില്ലേജ് ഓഫീസിലേക്ക് പാഞ്ഞു വരുന്ന ശിശുപാലൻ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിശുപാലൻ പറയുകയാണ്, മോഹനേശ്വർ സാറിന് പ്രമോഷൻ, മോഹനേശ്വർ സാറിന് പ്രമോഷൻ എന്ന്. എന്താ നീ നോക്കുന്നത്? ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിലാണോ മോഹനയുടെ പ്രമോഷൻ ഉറപ്പായി, പ്രമോഷൻ ഉറപ്പായി എന്ന് പറയണേ? കണ്ടത് സ്വപ്നമാണോ എന്നതല്ല നോക്കേണ്ടത്, ആ സ്വപ്നം കണ്ട സമയം ഏതാണ് എന്നാണ് നോക്കേണ്ടത്. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഭാമേ. മനുഷ്യന് പ്രാന്ത് മൂത്ത പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടം. ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ പ്രമോഷൻ ശരിയായി എന്ന് പറഞ്ഞു നടക്കുന്ന ലോകത്തെ ഒരേ ഒരു മനുഷ്യനായിരിക്കും എന്റെ മോഹൻ. ഇതിനെ വെളുപ്പാങ്കാലത്തെ സ്വപ്നം എന്നല്ല പറയേണ്ടത്, കൊച്ചു വെളുപ്പാങ്കാലത്തെ വട്ടെന്ന. അല്ല പിന്നെ ഇപ്പോ നീ പറഞ്ഞിട്ട് വന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എനിക്ക് അടുത്ത കാലത്തൊന്നും പ്രമോഷൻ കിട്ടില്ല എന്നാണ് നീ കരുതിയിരിക്കുന്നത്. പ്രമോഷൻ കിട്ടി ഞാനൊരു ഡെപ്യൂട്ടി തഹസിൽദാർ ആയാൽ അത് നിനക്ക് പ്രശ്നമാണല്ലോ. എനിക്കെന്തോ പ്രശ്നം? ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നിന്നെ പോലെ ഒരു സാധാ വക്കോലിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു പദവിയാണ്. ഞാൻ അങ്ങനെ ഡെപ്യൂട്ടി തഹസിൽദാർ ആവുന്നതിന്റെ പേടി നിന്റെ ഉള്ളിൽ കിടക്കുമ്പോ എനിക്ക് പ്രമോഷൻ കിട്ടുമെന്ന് കേൾക്കുമ്പോ നീ ഞെട്ടുമല്ലോ. ആ ഞെട്ടലാണ് ഇവിടെ നിന്റെ ഈ മോന്തെ കാണുന്നത്. ഞാൻ ഞെട്ടി എന്നുള്ളത് നേരാണ്. അത് മോഹനേട്ടന് പ്രമോഷൻ കിട്ടി എന്ന് ഓർത്തിട്ടല്ല. വിവരവും വിദ്യാഭ്യാസവും സർക്കാർ ജോലിയും ഒക്കെയുള്ള മോഹനേട്ടൻ ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കാനുള്ള എന്റെ ഈശ്വരാവെന്ന് ഓർത്തിട്ടുള്ള ഞെട്ടലായിരുന്നു അത്. ഞാൻ പറഞ്ഞത് എങ്ങനെ അന്ധവിശ്വാസമാവും? ഭാമേ, ഞാൻ ജനിച്ചപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു പ്രമാണമാണ് വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്ന്. ഇത്രയും കാലമായിട്ടും ആ പ്രമാണത്തിന് ഒരു മാറ്റവും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഇതുവരെ ആർക്കും പറ്റാത്തത് കൊണ്ട്. അതാണ് കാര്യം. എത്ര മനോഹരമായ മുടന്ത ന്യായം. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നത് നമ്മളൊരു കൗതുകത്തിന് വേണ്ടി പറയുന്നൊരു ചൊല്ലാണ്. അതൊരുമാതിരി ശാസ്ത്ര സത്യമായിട്ട് കൊണ്ടു നടക്കുന്നേ വിവരക്കേടാണ്. മോഹനയുടെ കെമിസ്ട്രി ഡിഗ്രി എടുത്ത ഒരാളാണ്. പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാര് ആവർത്തിച്ച് പരീക്ഷിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ശാസ്ത്രത്തിലെ പ്രമാണങ്ങളാവുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ കൗതുകത്തിന് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ ശാസ്ത്ര സത്യമാണ് എന്ന് പറഞ്ഞ് നടക്കരുത്. നീ എന്താ പറഞ്ഞു വരുന്നത്? വെളുപ്പാങ്കാലത്ത് ആരും കണ്ട ഒരു സ്വപ്നവും ഇതുവരെയും ഫലിച്ചിട്ടില്ലെന്നാണോ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. മോഹനേട്ടാ, ഈ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ വലിയ വലിയ ആഗ്രഹങ്ങളുടെയും മോഹങ്ങളുടെയൊക്കെ പ്രതിഫലനമാണ്.
ഒരു കാര്യത്തിനു വേണ്ടി ഒരുപാട് മോഹിക്കുമ്പോ അത് സ്വപ്നമായിട്ട് ഉറക്കത്തിലൊക്കെ നമ്മൾ കാണും. മോഹനേട്ടൻ ഒരു പ്രൊമോഷന് വേണ്ടി കാര്യമായി ആഗ്രഹിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രൊമോഷൻ കിട്ടുന്ന സ്വപ്നം കണ്ടു. ചിലപ്പോ ഒരാന ചവിട്ടിക്കൊല്ലുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണാറുണ്ട്. അത് എന്റെ മനസ്സിൽ ആഗ്രഹം കൊണ്ട് സംഭവിച്ചാണോ? ആഗ്രഹങ്ങൾക്കൊപ്പം പേടിയും സ്വപ്നത്തിലുണ്ടാവും. അത്രേ ഉള്ളു കാര്യം. സാറേ ഉത്തരവുന്നുണ്ട്. ആ അതെ, സ്വപ്നത്തിന്റെ പേരിൽ ഇനിയും തർക്കിക്കണമെങ്കിൽ ഉത്തമന്റെ അടുത്താവട്ടെ. എനിക്ക് വേറെ ജോലിയുണ്ട്. ചെല്ലു. ഇങ്ങനൊരു മനുഷ്യൻ. നമസ്കാരം സാർ. ഒരു സന്തോഷ വാർത്ത അറിഞ്ഞത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഇന്നലെ താലൂക്ക് ഓഫീസിലെ രാജശേഖർ സാറിനെ കണ്ടിരുന്നു. റവന്യൂ വകുപ്പിലെ പ്രൊമോഷൻ ഉടനെ ഉണ്ടാകുമെന്നുള്ള ഒരു രഹസ്യ വിവരം ഉണ്ടെന്നാണ് രാജശേഖര സാർ പറഞ്ഞത്. അതൊരു രഹസ്യ വിവരമല്ല. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പ്രൊമോഷൻ സർക്കാർ ഉത്തരവ് ഇന്നോ നാളെയോ പുറത്തിറങ്ങാനാണ് സാധ്യത. എനിക്ക് പ്രൊമോഷൻ ഉണ്ടാവുന്നുള്ള ഉറപ്പുമാണ്. അമ്പമ്പോ സാറിനോട് താര് പറഞ്ഞു? ദൈവം. ദൈവോ? ആന്ന്. ഇന്ന് വെളുപ്പിന് മോഹനേട്ടൻ ഒരു സ്വപ്നം കണ്ടു. മോഹനേട്ടന് പ്രൊമോഷൻ കിട്ടിയെന്ന്. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണല്ലോ ശാസ്ത്രം. അപ്പൊ പിന്നെ വില്ലേജ് ഓഫീസർ ഇത്തവണ ഡെപ്യൂട്ടി തഹസിൽദാരായത് തന്നെ. ഉത്തമ, വെളുപ്പാങ്കാലത്തെ സ്വപ്നത്തെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? അത് പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല സാറേ. സത്യം പറഞ്ഞ സ്വപ്നം കണ്ടിട്ട് തന്നെ ഒരുപാട് കാലമായി. ഉത്തമൻ എന്നെങ്കിലും വെളുപ്പാങ്കാലത്ത് ഏതെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ 4-5 കൊല്ലം മുമ്പ് ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഭയങ്കരമായ ആഴമുള്ളൊരു കിണറ്റിലേക്ക് തലയും കുത്തി വീണു എന്ന്. ആ കിണറ്റിൽ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചെന്നല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരും വന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ കരുതി അതൊരു സ്വപ്നമല്ലേ, വിട്ടുകളയാമെന്ന്. എന്നിട്ട് അന്ന് തന്നെയാണ് ഞാനിവിടെ പെണ്ണ് കാണാൻ പോയത്. ഒടുവിൽ എന്താ ഉണ്ടായത്? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നുള്ളതിന് ഇതിലും വലിയൊരു തെളിവ് വേണോ? വക്കീലെ, സ്വപ്നത്തിന്റെ പേര് രണ്ടുപേരും തമ്മിൽ കാര്യമായ വഴക്ക് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ വക്കീല്, രാജശേഖര സാറ് പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സാറ് കണ്ട സ്വപ്നം ഫലിച്ചത് തന്നെ. മോഹനേട്ടൻ എത്രയും പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ അതൊക്കെ കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്ന് കരുതി ഒന്ന് ക്ഷമിച്ച് കാത്തിരിക്കണ്ടേ? അല്ലാതെ ഈ സ്വപ്നം ഫലിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസിക്കാനാ? ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിളിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ. അതെയോ? ആര് പറഞ്ഞു? ഞാനത് പ്രതീക്ഷിച്ചു. സഹദേവ, കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണേ. ശരി. താലൂക്ക് ഓഫീസിലെ സഹദേവന എന്തിനാണ് വിളിച്ചതെന്ന് നിനക്കറിയാമോ? അറിയില്ല. റവന്യൂ വകുപ്പിലെ പ്രൊമോഷൻ ലിസ്റ്റ് ഈ ആഴ്ച തയ്യാറാക്കുന്നു. സഹദേവൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് അറിഞ്ഞ വിവരമാണ്. അതിനെന്ത്? എനിക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതിന്റെ തൊട്ടു പിന്നാലെ ഇതാ റവന്യൂ വകുപ്പിലെ പ്രൊമോഷൻ ലിസ്റ്റ് റെഡിയാവുന്നു. എന്താ അതിനർത്ഥം? അതിനൊരർത്ഥമേ ഉള്ളൂ, പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കും. ഇനിയെങ്കിലും വാശി കളഞ്ഞിട്ട് വിശ്വസിക്കാൻ നോക്ക് നീ. എന്തായാലും ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര സംഭവമായിപ്പോയി പ്രഭേ. എന്താ ഇതിന്റെ പിന്നിലെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. വെളുപ്പാങ്കാലം കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്നാ പറയാറ്. ഈ സ്വപ്നം ഫലിച്ചാലേ നല്ല രസമായിരിക്കും. എന്റെ പൊന്ന് സാറേ, നമ്മളെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്നു? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നൊക്കെ പറഞ്ഞത് വേറും നേരം പോക്കാ. ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് തല്ല. നമസ്കാരം സാർ. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കില്ല എന്നാണോ ശിശുപാലൻ പറയുന്നത്? അല്ല സാർ, സ്വപ്നമല്ലേ സാർ, അതെങ്ങനെ ഫലിക്കാനാ? മറുതേക്കൂ,
ശിശുപാലൻ ഇപ്പൊ പറഞ്ഞത് ഒരു ഹിമാലയൻ മണ്ടത്തരമാണ്. നമ്മളൊക്കെ ജനിക്കുമ്പോ മുതൽ കേൾക്കുന്നതാണ് വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നുള്ളത്. ആ വാചകം എങ്ങനെ ഉണ്ടായി? ഒരു കാര്യവുമില്ലായിരുന്നുവെങ്കിൽ ഇത്രയും കാലം അങ്ങനൊരു വാചകം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമായിരുന്നോ? ശിശുപാലനെ പോലവർക്കൊരു ധാരണയുണ്ട്, നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ശാസ്ത്രീയമായ വിശദീകരണം ചോദിക്കുകയും ചെയ്യും. സ്വപ്നമല്ലേ, സ്വപ്നം എങ്ങനെ ഫലിക്കും എന്നൊക്കെ. പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പറ്റണമെന്നില്ല. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് നിഗൂഢതകളുടെ കൂമ്പാരമാണ് ഈ പ്രപഞ്ചം. മനസ്സിലായോ? സാർ, അപ്പൊ സാറെന്താ പറഞ്ഞു വരുന്നത്? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഉറപ്പായിട്ടും ഫലിക്കുമെന്നാണോ? അതെ. ഞങ്ങള് സ്വയംപ്രഭ സാറ് കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നത്. ആ സ്വപ്നം ഫലിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ശിശുപാലൻ ചേട്ടൻ പറയായിരുന്നു. എന്തായിരുന്നു സ്വയംപ്രഭയുടെ സ്വപ്നം? അത് പിന്നെ എന്റെ കല്യാണക്കാരിയാ സാറേ. സ്വയംപ്രഭയ്ക്ക് വിവാഹപ്രായം കഴിഞ്ഞുവല്ലോ. അപ്പോ ഇന്ന് വെളുപ്പിന് കണ്ട സ്വപ്നം എത്രയും പെട്ടെന്ന് ഫലിക്കട്ടെ. അയ്യോ, പക്ഷെ ഒരു കുഴപ്പമുണ്ട് സാർ. എന്ത് കുഴപ്പം? സ്വപ്നത്തിൽ എന്നെ കല്യാണം കഴിച്ചത് സാറാ. വക്കീല് സാറും തമ്മിൽ വലിയ വഴക്കുണ്ടായി. ഒടുവിൽ ഇനി സാറിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വക്കീലിന്റെ വീട്ടിൽ പോയി. ആകെ തകർന്നിരുന്ന സാറിനെ ആഫീസിൽ വെച്ച് പ്രഭ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ അടുപ്പത്തിലായി. ഒടുവിൽ സാർ പ്രഭ സാറിനെ കല്യാണം കഴിച്ചു എന്നായിരുന്നു സ്വപ്നം. സ്വപ്നം കണ്ടത് വെളുപ്പാങ്കാലത്താണ്. അപ്പൊ സംഗതി നടക്കുമായിരിക്കും അല്ലേ സാറേ? സ്വപ്നകാര്യം ഇങ്ങനെയാണ് സ്വപ്നം കാണുന്നത്. എവർക്കും സ്വപ്നം കാണുന്നതായിരുന്നു ഒരു മര്യാദയില്ല. മോഹനേട്ടാ, ഈ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ വലിയ വലിയ ആഗ്രഹങ്ങളുടെയും മോഹങ്ങളുടെയൊക്കെ പ്രതിഫലനമാണ്. ഒരു കാര്യത്തിനു വേണ്ടി ഒരുപാട് മോഹിക്കുമ്പോ അത് സ്വപ്നമായിട്ട് ഓർക്കുന്നതൊക്കെ നമ്മൾ കാണും. ഓഹോ, അപ്പൊ സ്വയംപ്രഭയുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു. ശരിയാക്കി കൊടുക്കാം. എന്തായാലും മോഹനേഷ സാറിന്റെ ഉത്തരം മുട്ടിപ്പോയി. സാർ ഇങ്ങനെ ചമ്മുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. വാസ്തവ പറഞ്ഞോണ്ടൊന്ന് സകല കാര്യങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടി വരുമ്പോ ചമ്മുകല്ലാതെ പിന്നെ എന്ത് ചെയ്യും? സ്വയംപ്രഭ, ഈശ്വര, എന്നെ വിളിക്കുന്നത്. ഇനിയിപ്പോ സ്വപ്നത്തെ കണ്ട പോലെ കല്യാണം കഴിക്കാൻ വല്ല ആവോ? എന്തായാലും സൂക്ഷിക്കണേ പ്രഭേ. എന്തിനാണോ എന്തോ. ചെല്ല്. ഷോ, സാർ, ഞാൻ സ്വയംപ്രഭയുടെ മേലുദ്യോഗസ്ഥനാണ്. സ്വയംപ്രഭയ്ക്ക് അറിയാമോ? അറിയാം സാർ. മേലുദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥ ബഹുമാനിക്കുക, അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, പ്രേമിക്കുകയല്ല വേണ്ടത്. ഞാൻ പ്രേമിച്ചില്ലല്ലോ സാർ. പിന്നെ എങ്ങനെയാ സ്വയംപ്രഭ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? അതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്വപ്നം കാണാൻ പറ്റുമോ സാർ? കൂടുതൽ അർത്ഥമൊന്നും വേണ്ട. നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മോഹങ്ങളും ഭയങ്ങളും ഒക്കെയാണ് സ്വപ്നമായി വരുന്നത് എന്നാണ് ശാസ്ത്രം. അതായത് സ്വയംപ്രഭ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ എങ്കിൽ സ്വയംപ്രഭയുടെ മനസ്സിൽ ഇങ്ങനെ എന്തോ മോഹമുണ്ട് എന്നാണ് അർത്ഥം. മേലിൽ ഇമ്മാതിരി സ്വപ്നങ്ങൾ കണ്ടാൽ സ്വയംപ്രഭ വിവരം അറിയും. മനസ്സിലായോ? നാളെ തൊട്ട് എങ്ങനെയുള്ള സ്വപ്നമാണ് കാണേണ്ടതെന്ന് സാറ് പറഞ്ഞ അതുപോലെ തന്നെ കാണാം. സ്വയംപ്രഭ എന്നെ കളിയാക്കുകയാണോ? ഞാൻ കളിയാക്കിയതല്ല സാർ. സാർ ആദ്യം ശിശുപാലൻ ചേട്ടനോട് പറഞ്ഞു വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കുമെന്ന്. ഇപ്പൊ സാറ് പറയുന്നു സാറ് പറയുന്ന പോലത്തെ സ്വപ്നമേ കാണാവൂന്ന്.
ഞാൻ എന്താ വേണ്ടത്? അല്ല, സാറ് പറഞ്ഞൊരു കാര്യം ശരിയാ. നമ്മുടെ ഉള്ളിലെ മോഹങ്ങളും പേടിയും ആ സ്വപ്നമായിട്ട് വരുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ കണ്ടത് എന്റെ മനസ്സിലെ മോഹമല്ല സാർ, പേടിയാ. സാറിനെ പോലെയുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ടി വന്ന എന്റെ അവസ്ഥ എന്താവും? ഹോ, ആ പാവം വക്കീലിനെ സമ്മതിക്കണം. എന്റെ അമ്മോ, ഇങ്ങനൊരു മനുഷ്യന്റെ കൂടെ എങ്ങനെ ജീവിച്ചു പോകുന്നു? ഹോ, ഹോ. ആഹാ, മോഹനേട്ടൻ എത്തിയോ? ഞാൻ മോഹനേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. രാവിലെ മോഹനേട്ടൻ സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഞാൻ മോഹനേട്ടൻ ഒരുപാട് കളിയൊക്കെ ഇല്ലേ. സത്യത്തിൽ മോഹനേട്ടൻ പറഞ്ഞതായിരുന്നു ശരി. ആ, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഇന്ന് വെളുപ്പാങ്കാലത്ത് വിദ്യാലക്ഷ്മി ഒരു സ്വപ്നം കണ്ടു. അവളെ കാണാനും ഒരു കേസ് ഏൽപ്പിക്കാനുമായി വലിയ ഉയർന്ന നിലയിലുള്ള ഒരാൾ വരുമെന്ന്. വക്കീലാഫീസിൽ വന്ന് അതൊരു തമാശയായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദാ കയറി വരുന്ന ഒരാള്. ആരാ? സാക്ഷാൽ കരുണാകര സാറ്. കരുണാകര സാറിന് അറിയാത്തായിട്ട് ആരാ ഈ നാട്ടിലുള്ളത്? റിയൽ എസ്റ്റേറ്റ് രാജാവ് കരുണാകര സാറ്. എന്തിനാ സാറ് വന്നേന്നറിയാമോ? എനിക്കറിയില്ല. സാറിന്റെ ജില്ലാ കോടതിയിലെ കേസ് വിദ്യാലക്ഷ്മി ഏൽപ്പിക്കാൻ. എന്റെ മോഹനേട്ടാ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം വിശ്വസിക്കാനേ പറ്റിയില്ല. പക്ഷെ കൺമുന്നെ കാണുന്ന നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? മോഹനേട്ടൻ പറഞ്ഞത് തന്നെയാണ് ശരി. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും. ഇമ്മാതിരി അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കാൻ നിനക്ക് നാണമില്ല ഭാമേ? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കില്ല. ഫലിക്കുന്നത് സമ്മതിക്കില്ലല്ലോ. ഇതെന്താണ് വില്ലേജ് ഓഫീസർക്ക് ഒരു മനമാറ്റം? മോഹനേട്ടൻ ഇപ്പൊ എങ്ങനെ പറയണത്? വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് ഇന്ന് രാവിലെ മോഹനേട്ടൻ തർക്കിച്ചതല്ലേ? മോഹനേട്ടൻ പറഞ്ഞ പോലൊരു കാര്യം എന്റെ അറിവിൽ സംഭവിച്ചു. അതോടെ മോഹനേട്ടൻ പറഞ്ഞ് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കുകയല്ലേ? അപ്പൊ മോഹനേട്ടൻ എങ്ങനെ മാറ്റി പറഞ്ഞാലോ? നീ രാവിലെ പറഞ്ഞാൽ ശരി. സ്വപ്നങ്ങൾ മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹങ്ങളുടെ പ്രകടനമാണ്. കരുണാകര സാറിന്റെ കേസ് കിട്ടണമെന്ന് വിദ്യാലക്ഷ്മി ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ സ്വപ്നം കണ്ടു. മോഹനേട്ടൻ ഇങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവാത്തത്. വിദ്യാലക്ഷ്മി വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിച്ചതായിക്കൂടെ? അങ്ങനെ ഒരു സ്വപ്നം ഫലിക്കില്ല ഞാൻ പറഞ്ഞല്ലോ. അത് ശരിയാവില്ല. ശരിയാവില്ലെന്നോ? അതെനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് പോരല്ലോ. ഞാനൊരു കാര്യം സമ്മതിച്ചു തരണമെങ്കിൽ എനിക്ക് ബോധ്യമാവുന്ന രീതിയിൽ പറയണം. സ്വപ്നം ഫലിച്ചാൽ എന്താ പ്രശ്നം? ഒരു പ്രൊമോഷൻ കിട്ടുക എന്നുള്ളത് മോഹനേട്ടന് വലിയ ആഗ്രഹമായിരുന്നില്ലേ? ആ സ്വപ്നം ഫലിക്കുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെങ്കിൽ ഞാൻ കാണുന്ന സ്വപ്നം മാത്രമല്ലല്ലോ ഫലിക്കുക. പിന്നെ സ്വയം രാവിലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അത് ഏതായാലും അത് ഫലിക്കാൻ പറ്റില്ല. സ്വപ്നം എന്താണെന്ന് പറ മോഹനേട്ടാ. ഒരു സ്വപ്നമല്ലേ? അതും സ്വയംപ്രഭയുടെ സ്വപ്നം. അത് അവിടെ പറഞ്ഞായിരുന്നാ? ഞാനും മോഹനേട്ടനും കൂടി പിണങ്ങി പിരിഞ്ഞെന്നും മോഹനേട്ടൻ സ്വയംപ്രഭയെ കല്യാണം കഴിച്ചെന്ന് പറയുന്നു ആ സ്വപ്നം. ഒക്കെ ഞാൻ അറിഞ്ഞു സാറേ. അതറിഞ്ഞതിന്റെ പേരിലല്ലേ വിദ്യാലക്ഷ്മിയുടെ പേരിൽ ഞാനൊരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ഈ സ്വയംപ്രഭയുടെ സ്വപ്നം അങ്ങ് ഫലിച്ചാൽ എങ്ങനെയായിരിക്കും? അതെന്തായാലും കൊള്ളാം. വെളുപ്പാങ്കാലത്തെ സ്വപ്നത്തിൽ നിന്നുള്ള ആ പിടി അങ്ങ് വിട്ടു. ഇനിയിപ്പോ നാവിലെ ഗുളികനിലാണ് പിടി. എന്റെ സാറേ മോഹനേട്ടാ, ഇതിലൊന്നും ഒരു കാര്യമില്ല. വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് മനസ്സിലാവില്ലേ? നമ്മളെ തമ്മിൽ പിരിക്കാൻ ദൈവം നോക്കോ? ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ശക്തി സ്വയംപ്രഭയുടെ സ്വപ്നത്തിനുമില്ല, മോഹനേട്ടൻ ഈ പറഞ്ഞ ഗുളികനിലുമില്ല. സ്നേഹത്തെക്കാട്ടിലും വലുതായിട്ട് എന്താ മോഹനേട്ട ഉള്ളത്? നമ്മൾ പിരിയുമെന്ന് വേറൊരാൾ സ്വപ്നം കണ്ടതിന്റെ പേരിൽ പോലും മോഹനേട്ട സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അതിനൊരർത്ഥമല്ലേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും പിരിയില്ല. അയ്യോ, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമോ എന്ന കാര്യത്തിൽ തർക്കിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പുലർകാലത്ത് മനോഹരമായൊരു സ്വപ്നം കണ്ടിട്ട് പോലും വില്ലേജ് ഓഫീസർ ആ സ്വപ്നം ഫലിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയത് സ്വയംപ്രഭയുടെ ഒരു സ്വപ്നത്തിന്റെ പേരിലാണ്. മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും സ്വയംപ്രഭയുടെയും എല്ലാം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു. എന്റെ സർവീസ് ഉപയോഗിച്ച് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് ഒരു SMS അയച്ചിട്ടുള്ളത്? ഇടയ്ക്ക് അയക്കാറുണ്ട്, കൂടുതലും വാട്സാപ്പും മെയിലും അല്ലേ. പോട്ടെ, ഒരു IST വിളിച്ചിട്ടപ്പോഴാ? അതിന് സ്കൈപ്പും ടാങ്കോ വൈബറൊക്കെ ഇല്ലേ ചേട്ടാ, നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? അപ്പോ ടെലികോം കമ്പനി എന്നുള്ള നിലയിൽ എന്റെ ഒരു പ്രൈമറി വരുമാനം അവിടെ തീർന്നു. എനിക്കും പൈസ ഉണ്ടാക്കണ്ടേ, ഇതൊരു ബിസിനസ് അല്ലേ.